വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ പക്ഷേ ഈ ഒരു സ്കൂട്ടറിന് ഒരു പ്രത്യേകതയുണ്ട്. ഇലക്ട്രിക് വെഹിക്കിൾ ആയിട്ടുള്ള ഹൈ മൗണ്ടഡ് സ്റ്റോപ്പിലാകുമ്പോൾ അവൈലബിൾ അല്ല. ഈ ഒരു സ്കൂട്ടറിൽ നമുക്ക് നമ്പർ ബോർഡിന്റെ ആവശ്യം. ഹലോ ഗൈസ്, എല്ലാവർക്കും കാർസ് റിവ്യൂ ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ വക എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അപ്പം ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്കൂട്ടർ തന്നെയാണ്. പക്ഷേ ഈ ഒരു സ്കൂട്ടറിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതൊരു പെട്രോൾ സ്കൂട്ടർ അല്ല, ഇതൊരു ഇലക്ട്രിക് വെഹിക്കിൾ ആയിട്ടുള്ള ഒരു EV സ്കൂട്ടറാണ്. അതെ ഗൈസ്, ഇതൊരു EV സ്കൂട്ടറാണ്. ഇത് ഇലക്ട്രോ വീൽസ് എന്ന കമ്പനിയുടെ വിൻഡ് എന്ന ഇലക്ട്രിക് സ്കൂട്ടറാണ് ഈ കാണുന്നത്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഒരു EV വാഹനം റിവ്യൂ ചെയ്യുന്നത്. അപ്പം നമുക്ക് സമയം കളയണ്ട, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആ ഒരു ഫ്രണ്ടിൽ തന്നെ നമുക്ക് വിശേഷങ്ങൾ തുടങ്ങാം. ആദ്യം അതിന്റെ ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്തായിട്ട് നമുക്ക് ഇവിടെ ആയിട്ട് ആ ഒരു ടോപ്പ് പോർഷൻ നോക്കുന്ന സമയത്തായിട്ട് നമുക്ക് ഇവിടെ ആയിട്ടൊന്നും നമുക്ക് ആ ഒരു ഹെഡ് ലാമ്പോ കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ സാധിക്കത്തില്ല. പക്ഷെ നമുക്ക് ടേൺ ഇൻഡിക്കേറ്റർ ഈ ഒരു രണ്ട് സൈഡിലായിട്ട് കാണാൻ സാധിക്കും. ഒരു കണ്ണിൻ്റെ ഒരു ഷേപ്പ് ഒക്കെ പോലെയൊക്കെയാണ് ഈ ഒരു ടേൺ ഇൻഡിക്കേറ്റർ നൽകിയിരിക്കുന്നത്. നമുക്ക് പിന്നെ താഴേക്ക് വരുന്ന സമയത്തായിട്ട് നമുക്ക് ഇവിടെ ആയിട്ട് ആ ഒരു ഗ്രില്ല് കാണാൻ സാധിക്കും. ഒരു ചെറിയ ഗ്രില്ലാണ്, ഒരു ഹണി കോപ്പ് പാറ്റേൺ ആയിട്ടുള്ള ഒരു ഗ്രില്ലാണ് നൽകിയിരിക്കുന്നത്. അപ്പം നമ്മൾ ഇങ്ങനെ നോക്കുന്ന സമയത്തായിട്ട് നമുക്ക് ഗ്രില്ല് കാണാൻ സാധിക്കില്ല. ഇച്ചിരി താഴേക്ക് നമ്മൾ നോക്കുമ്പോഴാണ് ആ ഒരു ഗ്രില്ല് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു ബ്ലാക്ക് ഫിനിഷ് ആണ്. പിന്നീട് നമുക്ക് ഈ ഒരു താഴെയായിട്ടാണ് നമുക്ക് ഹെഡ് ലാമ്പും കാര്യങ്ങളെല്ലാം പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇതൊരു ഹാലോജൻ അല്ല, ഇതൊരു LED ഹെഡ് ലാമ്പാണ്. ഇതിൽ നമുക്ക് കുറച്ച് പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഒക്കെ കാണാൻ സാധിക്കും. പിന്നെ നമുക്ക് ആ ഒരു ടയർ കാണാൻ സാധിക്കും, ആ ഒരു മഡ് ഗാർഡും കാണാനും സാധിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വിൻഡിന്റെ ആ ഒരു ഫ്രണ്ടിൽ പറയാനായിട്ടുള്ള വിശേഷങ്ങൾ. അപ്പോൾ നമുക്കിനി നേരെ സൈഡിലേക്ക് പോയിട്ട് സൈഡിലെ വിശേഷങ്ങൾ കൂടി നമുക്കൊന്ന് നോക്കാം. നമ്മൾ ഈ ഒരു വിൻഡിന്റെ ആ ഒരു സൈഡിലേക്ക് വരുന്ന സമയത്തായിട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു അലോയ് വീല് നമുക്ക് കാണാൻ സാധിക്കും. ഒരു സിൽവർ ഫിനിഷ് ഒക്കെ ആയിട്ടുള്ള ഒരു അലോയ് വീൽസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരുന്ന സമയത്തായിട്ട് നമുക്ക് ആ ഒരു ORVM കാണാൻ സാധിക്കും. ബോഡി കളറോ അല്ലെങ്കിൽ വേറെ ക്രോം ഫിനിഷോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഇതിങ്ങനെയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്യാനും സാധിക്കും. പിന്നീട് നമുക്ക് ആ ഒരു ആക്സിലേറ്റർ കാണാൻ സാധിക്കും. ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷാണ്, ഇവിടെ ഒരു ക്രോം ഫിനിഷും നൽകിയിട്ടുണ്ട്. ബ്രേക്ക് ഹാൻഡിൽ കാണാം, ബ്രേക്ക് ഹാൻഡിൽ ഒരു ക്രോം ഫിനിഷിലാണ് നൽകിയിരിക്കുന്നത്. പിന്നീട് നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്താണ് നമുക്ക് ഇലക്ട്രോ വീൽസ് വിൻഡ് എന്നുള്ള ഒരു ബാഡ്ജിങ് കാണാം. ചെറിയ ഒരു ഗ്രാഫിക്സും കാണാനും സാധിക്കും. പിന്നീട് നമുക്ക് ഇവിടേക്ക് വരുന്ന സമയത്തായിട്ട് നമുക്ക് ഇവിടെ ആയിട്ടൊരു ടയർ ഗാർഡ് കാണാൻ സാധിക്കും. അത് നമ്മുടെ മണ്ണോ കാര്യങ്ങളൊന്നും റിയർ സൈഡിൽ ഈ ഒരു ടയറിലേക്ക് തെറിക്കാതിരിക്കാനുള്ള ചെറിയൊരു പ്രൊട്ടക്ഷൻ പോലെ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇവിടെയും ചെറുതായിട്ട് ബോഡി കളർ ഉണ്ട്, പക്ഷെ പൂർണ്ണമായിട്ടും ബോഡി കളർ അല്ല, ഇവിടെയൊക്കെ മാറ്റ് ബ്ലാക്ക് ഫിനിഷ് ഒക്കെ ഉണ്ട്. പിന്നെ റിയർ സൈഡിലെ ടയർ നോക്കുന്ന സമയത്തായിട്ട് ഒരു അലോയ് അല്ല, റിയർ സൈഡിലെ ടയർ എനിക്ക് തോന്നുന്നു ഒരു സ്റ്റീൽ വീലാണെന്ന്. അലോയ്സോ കാര്യങ്ങളൊന്നും നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നില്ല. അത് ക്ലോസ് ചെയ്ത് വെച്ചേക്കുവാണ് ആ ഒരു റിയർ സൈഡിലെ ടയർ. പിന്നെ നമുക്ക് റിയർ സൈഡിൽ ഇരിക്കുന്ന ആൾക്ക് പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹാൻഡിലും കാര്യങ്ങളൊക്കെ നൽകിയിട്ട് ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വിൻഡിന്റെ ആ ഒരു ഈ ഒരു സൈഡിൽ പറയാനായിട്ടുള്ള വിശേഷങ്ങൾ. അപ്പോൾ നമുക്കിനി നേരെ ഈ ഒരു വിൻഡിന്റെ റിയർ സൈഡിലേക്ക് പോയിട്ട് റിയർ സൈഡിലെ വിശേഷങ്ങൾ കൂടി നമുക്കൊന്ന് നോക്കാം. നമ്മൾ ഈ ഒരു വിൻഡിന്റെ ആ ഒരു റിയർ സൈഡിലേക്ക് വരുന്ന സമയത്തായിട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് അവൈലബിൾ അല്ല. നമുക്കിവിടെ ഒരു ടെയിൽ ലാമ്പ് മാത്രമേ ലഭ്യമുള്ളൂ. പിന്നെ നമുക്ക് സൈഡിലായിട്ട് 2 ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കാണാൻ സാധിക്കും. കുറച്ച് ഉള്ളിലേക്കാണ് അതിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ആയിട്ടൊരു ഷെയ്ഡ് നൽകിയിട്ടുണ്ട് ഈ ഒരു റിഫ്ലക്ടറിൻ്റെ മുകളിലായിട്ട്. ഇവിടെ നമുക്കൊരു റിഫ്ലക്ടറും കാണാൻ സാധിക്കും. പിന്നീട് ഈ ഒരു സ്കൂട്ടറിൽ നമുക്ക് നമ്പർ ബോർഡിൻ്റെ ആവശ്യമില്ല. അത് ഇവിടെ എഴുതിയിട്ടുണ്ട് എന്തുകൊണ്ട് നമ്പർ ബോർഡ് ആവശ്യമില്ല എന്നത്. നമുക്കിത് നമ്പർ വെച്ച് നമുക്ക് രജിസ്റ്റർ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഒരു വിൻഡിൻ്റെ ഒരു സ്കൂട്ടർ.
അത് ഞാനിപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാനും സാധിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വിൻഡിൻ്റെ ആ ഒരു റിയർ സൈഡിൽ പറയാനായിട്ടുള്ള വിശേഷങ്ങൾ. നമുക്ക് ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്യാം. മീൻസ് ഈ ഒരു സീറ്റ് നമുക്കൊന്ന് തുറക്കാം. സീറ്റ് തുറക്കുമ്പോൾ കീ ഹോൾ എവിടെയാണെന്ന് നിങ്ങൾ നോക്കുവാണെങ്കിൽ കീ ഹോൾ ഈ ഒരു സൈഡിലല്ല, നമ്മുടെ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു കീ ഹോളില്ല, ഈ കീ ഹോളിൻ്റെ ലെഫ്റ്റിലേക്കൊന്ന് തിരിച്ചാൽ മതി, ഇങ്ങനെ തുറന്നു വരും. അതിനുശേഷം ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്പേസും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഒരു വൈറ്റ് ഫിനിഷ് കാണാൻ സാധിക്കും. പിന്നെ നമുക്ക് ഫ്യൂവൽ ടാങ്ക് ഒന്നും ഇല്ല, ഇത് EV വാഹനമാണ്. നമുക്ക് പിന്നെ ഇവിടെയൊക്കെ കുറച്ച് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. നമുക്കിതൊന്ന് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു വിൻഡിൻ്റെ ആ ഒരു റിയർ സൈഡിൽ പറയാനായിട്ടുള്ള വിശേഷങ്ങൾ. അപ്പോൾ നമുക്കിനി നേരെ ഇതിൻ്റെ ആ ഒരു ഡാഷ്ബോർഡിലേക്ക് പോയിട്ട് ഡാഷ്ബോർഡിലെ വിശേഷങ്ങൾ കൂടി നമുക്കൊന്ന് നോക്കാം. നമ്മൾ ഈ ഒരു വിൻഡിൻ്റെ ആ ഒരു ഡാഷ്ബോർഡിലേക്ക് വരുന്ന സമയത്തായിട്ട് ഫസ്റ്റ് തന്നെ നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ നോക്കുന്ന സമയത്തായിട്ട് ഒരു ചെറിയൊരു ഫുള്ളി ഒരു ഡിജിറ്റൽ ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ്. ഇവിടെ ചെറിയൊരു ഡിസ്പ്ലേ കാണാൻ സാധിക്കും. ഇവിടെ കുറച്ച് ഗ്രാഫിക്സ് ആയിട്ടുള്ള കുറച്ച് ബ്ലൂ കളർ ഫിനിഷൊക്കെ നൽകിയിട്ടുണ്ട്. പിന്നീട് നമുക്ക് നോക്കുന്ന സമയത്തായിട്ട് ഈ ഒരു നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ ഒരു ചുറ്റും നമുക്ക് ചെറിയൊരു ഗ്രാഫിക്സ് നൽകിയിട്ടുണ്ട്. പിന്നീട് നമുക്ക് നോക്കുന്ന സമയത്തായിട്ട് ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് ടേൺ ഇൻഡിക്കേറ്ററിൻ്റെ കൺട്രോൾസ് കാണാം. ആ ഒരു ഹെഡ് ലാമ്പിൻ്റെ സ്വിച്ച് കാണാൻ സാധിക്കും. അതിൻ്റെ ബ്രൈറ്റ്നസ്സിൻ്റെയും ഒക്കെ സ്വിച്ചസ് ഒക്കെ നമുക്ക് ഇവിടെ കാണാനും സാധിക്കും. പിന്നീട് ഈ ഒരു ആക്സിലേറ്ററിൻ്റെ താഴെ ഇവിടെയായിട്ട് ഒരു സ്വിച്ച് കാണാൻ സാധിക്കും, ഒരു റെഡ് സ്വിച്ച്. ഇത് ആക്ച്വലി ഈ ഒരു സ്കൂട്ടറിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഒരു സ്വിച്ചാണ്. നമുക്ക് ഈ ഒരു സ്കൂട്ടർ 3 സ്പീഡിൽ ഓടിക്കാൻ സാധിക്കും. 1, 2, 3 എന്ന് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് കാണത്തില്ല, കാരണം അതിൻ്റെ എഴുത്തൊക്കെ കുറച്ച് മാഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ എന്നാലും കാണിച്ചു തരാം. നമുക്ക് ഫസ്റ്റ് ലോ സ്പീഡിൽ ഓടിക്കാം. നമുക്ക് ഫസ്റ്റിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ലോ സ്പീഡിൽ ഓടിക്കാം. പിന്നെ സെക്കൻഡിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു മീഡിയം സ്പീഡിൽ നമുക്ക് ഓടിക്കാം. പിന്നെ 3ലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു സ്കൂട്ടറിൻ്റെ മാക്സിമം സ്പീഡിൽ നമുക്ക് ഓടിക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏത് സ്പീഡാണോ ആവശ്യമെന്നത് നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ സെലക്ട് ചെയ്യാൻ സാധിക്കും. അപ്പം ലോ മീഡിയം ഹൈ ഈ ഒരു 3 സ്പീഡിലാണ് നമുക്ക് ഈ ഒരു സ്കൂട്ടർ ഡ്രൈവ് ചെയ്യാവുന്നത്. പിന്നെ നമുക്ക് ഇവിടെ കീ ഹോൾ കാണാൻ സാധിക്കും. ഇതാണ് ഈ ഒരു സ്കൂട്ടറിൻ്റെ കീ എന്നത്. ഒരു കാറിൻ്റെ കീ പോലെയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നീട് നമുക്ക് ഇവിടെ ആയിട്ട് ഒരു കീ ഹോൾ കാണാൻ സാധിക്കും. പിന്നെ നമുക്ക് ഇവിടെ ഒരു ഹുക്ക് കാണാം. പിന്നെ ഇവിടെ കുറച്ച് സ്റ്റോറേജ് സ്പേസ് കാണാം. അവിടെയും കുറച്ച് ഗ്രാഫിക്സ് ഒക്കെ നൽകിയിട്ടുണ്ട്. പിന്നീട് നമുക്ക് ഫ്ലോർ നോക്കുന്ന സമയത്തായിട്ട് ഈ ഒരു സൈഡൊക്കെ കാണുമ്പോൾ എനിക്കൊരു ആക്സിലേറ്റർ ബ്രേക്ക് ചവിട്ടുന്ന പോലെയാണ് തോന്നുന്നത്. അപ്പം ആക്സിലേറ്റർ ബ്രേക്ക് ഒന്നുമില്ല കേട്ടോ, ജസ്റ്റ് അവിടെ മാറ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം പിന്നീട് നോക്കുന്ന സമയത്തായിട്ട് സീറ്റിൽ നമുക്ക് 2 പേർക്ക് നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു സ്കൂട്ടറിൽ ഇരിക്കാൻ സാധിക്കും. പിന്നെ ഈ ഒരു സീറ്റിൻ്റെ താഴെയായിട്ട് നമുക്ക് ചാർജിങ് പോർട്ട് നൽകിയിട്ടുള്ളത്. ഈ ഒരു ചാർജിങ് പോർട്ടിൽ നമുക്ക് കണക്ട് ചെയ്തിട്ട് നമ്മളൊരു പ്ലഗിൽ കുത്തിക്കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി ചാർജ് ആയിക്കോളും. ഇത്രയൊക്കെയാണ് നമ്മുടെ വിൻഡിൻ്റെ ആ ഒരു ഡാഷ്ബോർഡിൽ പറയാനായിട്ടുള്ള വിശേഷങ്ങൾ. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു വിൻഡിൻ്റെ എൻജിൻ ഡീറ്റെയിൽസിലേക്ക് പോയിട്ട് നമുക്ക് എൻജിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്കൊന്ന് നോക്കാം. നമ്മൾ ഈ വിൻഡിൻ്റെ എൻജിൻ ഡീറ്റെയിൽസ് പരിശോധിക്കുകയാണെങ്കിൽ ഒരു റീചാർജബിൾ ടൈപ്പ് എൻജിനാണ് ഈ ഒരു സ്കൂട്ടറിൽ നൽകിയിരിക്കുന്നത്. നമുക്കറിയാം ഇതൊരു EV വെഹിക്കിൾ കൂടിയാണ്. ഏകദേശം ഒരു 5 മുതൽ 6 മണിക്കൂർ വരെ ഇത് ഫുൾ ചാർജ് ആവാൻ ടൈം എടുക്കുന്നുണ്ട്. ഇത് ഒരു 50 മുതൽ 60 റേഞ്ച് വരെ നമുക്ക് സ്പീഡും കിട്ടും. 60 കിലോമീറ്റർ മൈലേജാണ് കമ്പനി അവകാശപ്പെടുന്നത്. 50 cc ആണ് ഈ ഒരു സ്കൂട്ടറിൻ്റെ ആ ഒരു എൻജിൻ്റെ CC എന്നത്. കൂടാതെ 60 കിലോമീറ്റർ ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. കൂടാതെ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് ഈ ഒരു സ്കൂട്ടറിൻ്റെ ചാർജർ എന്നത്. പിന്നീട് ഈ ഒരു സ്കൂട്ടറിന് നമ്മൾ പ്രത്യേകം നമ്പർ ബോർഡോ കാര്യങ്ങളൊന്നും തന്നെ ആവശ്യമൊന്നും തന്നെ ഇല്ല. ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്നത് പറയുന്നത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒരു EV വാഹനം റിവ്യൂ ചെയ്യുന്നത്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്താൽ ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് അപ്പോൾ നിങ്ങൾക്ക് ഫുൾ ഓട്ടോമാറ്റിക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.